എല്ലാവരെയും പുതിയൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോൾ അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. മേഖലയുടെ സൈനിക സമവാക്യം ഒറ്റ രാത്രി കൊണ്ട് മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു കരാറിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. സൗദി അറേബ്യയ്ക്ക് ലോകത്തിലെ ഏറ്റവും നൂതനമായ F-35 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ വിൽക്കാനുള്ള അമേരിക്കയുടെ നീക്കം മിഡിൽ ഈസ്റ്റിൽ പുതിയ പോരാട്ടത്തിന് കളമൊരുക്കുകയാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. ഇസ്രായേലിന്റെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് സൗദി അറേബ്യയ്ക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങൾ നൽകാനുള്ള അമേരിക്കയുടെ നീക്കം ശരിക്കും ഞെട്ടിച്ചിരിക്കുന്നത് നെതന്യാഹുവിനെയും ഇസ്രായേൽ പ്രതിരോധ സേനയായ IDF-നെയുമാണ്. ഇതിലൂടെ ഇസ്രായേലിന്റെ പ്രാദേശിക വ്യോമ മേധാവിത്വമാണ് ഇല്ലാതാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സൗദി അറേബ്യയ്ക്ക് ഈ യുദ്ധവിമാനങ്ങൾ വിൽക്കാനുള്ള ട്രംപിന്റെ ഈ നീക്കത്തിന് പിന്നിൽ സൗദി അറേബ്യയെ തങ്ങളുടെ സൈനിക പങ്കാളിയാക്കി ഒപ്പം നിർത്താനും ഇറാന്റെ ഭീഷണിയെ തടയാനുമുള്ള ഒരു അടവായിട്ട് വേണം നമ്മൾ കരുതാൻ. മേഖലയിൽ ഇറാൻ ശക്തി പ്രാപിക്കുമ്പോൾ ഭാവിയിൽ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ പ്രദേശങ്ങളും ഇറാന്റെ പിടിയിലാകുമെന്ന ഭയം ട്രംപിന്റെ ഉള്ളിൽ വല്ലാതെ ഉണ്ട് എന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ നേരിടാൻ കഴിയില്ല എന്ന ബോധ്യവും ട്രംപിന്റെ ഉള്ളിലുണ്ട്. തന്നെയുമല്ല, ഇസ്രായേലിനോട് ഇറാന് കടുത്ത പകയുണ്ട്. അതുകൊണ്ട് ഇനിയൊരു യുദ്ധമുണ്ടായാൽ ഇസ്രായേലിനെ തീർത്തും ഇല്ലാതാക്കാനാവും ഇറാൻ ശ്രമിക്കുക. അങ്ങനെ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ സൗദിയെയും ഖത്തറിനെയും UAEയും ഒക്കെ സഖ്യകക്ഷിയാക്കുകയും അവർക്ക് ആവശ്യത്തിനുള്ള ആയുധങ്ങൾ സപ്ലൈ ചെയ്യുകയും വേണ്ടതുണ്ട്. അതിന്റെ തുടക്കമാണ് സൗദിക്ക് F-35 വിമാനങ്ങൾ നൽകാനുള്ള ട്രംപിന്റെ ഈ തീരുമാനം. സൗദിക്ക് ശേഷം ഖത്തറിനും UAEക്കുമൊക്കെ ട്രംപ് ഇതുപോലെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്ന സൂചനയാണ് നൽകുന്നത്. എന്നാൽ ഇതിന്റെ വിപരീത ഫലമുണ്ടാക്കുന്നത് ഇസ്രായേലിനാണ്. ഇപ്പോൾ മേഖലയിൽ ഇസ്രായേലിനാണ് വ്യോമ മേധാവിത്വമുള്ളത്. ഏത് അറബ് രാജ്യത്തെയും ഏകപക്ഷീയമായി ആക്രമിച്ചുകൊണ്ട് അവരെ നശിപ്പിക്കാനും എന്നാൽ ഇസ്രായേലിന് മേൽ യുദ്ധവിമാനങ്ങളിൽ നിന്നുള്ള ബോംബാക്രമണം ഉണ്ടാകാതിരിക്കാനും ഇപ്പോൾ കഴിയുന്നുണ്ട്. F-35 യുദ്ധവിമാനങ്ങൾ കൈവശമുള്ള ഏക മിഡിൽ ഈസ്റ്റ് രാജ്യമാണ് ഇസ്രായേൽ. ഈ വിമാനം ശത്രുക്കളുടെ കണ്ണിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചവയാണ്. ഈ ടെക്നോളജി മറ്റൊരു അറബ് രാജ്യത്തിന്റെ കൈകളിൽ എത്തിയാൽ ഇസ്രായേലിന്റെ ആധിപത്യം ഇതോടെ തകരുകയാണ്. ഇസ്രായേലി നഗരങ്ങളിലും ഇനി വിമാനങ്ങളിൽ ചെന്ന് ബോംബിടാൻ സൗദി അറേബ്യയ്ക്ക് കഴിയും എന്നോർക്കണം. അത് ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യത്തെ സംബന്ധിച്ച് കൂടുതൽ ആൾനാശത്തിനും നഷ്ടങ്ങൾക്കുമാണ് സാധ്യത വർദ്ധിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് തുർക്കിക്കും UAEക്കുമൊക്കെ F-35 വിമാനങ്ങൾ വിൽക്കാൻ അമേരിക്ക ശ്രമിച്ചിട്ടുള്ളതാണ്. ഇസ്രായേൽ അന്ന് പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചത് കൊണ്ട് അന്ന് ആ പദ്ധതി ഒന്നും നടന്നിട്ടില്ല. എന്നാൽ സൗദിയുടെ കാര്യത്തിൽ ട്രംപ് ഇസ്രായേലിന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് സൗദി രാജകുമാരനായ മുഹമ്മദ് ബിൻ സൽമാനെ അമേരിക്കയിലേക്ക് വിളിച്ചു വരുത്തി അയാൾക്ക് വലിയ സ്വീകരണം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സൗദിക്ക് ട്രംപ് മുൻഗണന നൽകാൻ കാരണം $60,000 കോടി അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന രാജകുമാരന്റെ മുൻ വാഗ്ദാനമാണ്. ഇതിനു മുൻപ് സൗദി അറേബ്യയും ഖത്തറുമൊക്കെ സന്ദർശിച്ച ട്രംപിന് കോടിക്കണക്കിന് ഡോളർ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന വാഗ്ദാനം ഈ രാജ്യങ്ങൾ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഖത്തർ ട്രംപിന് ഒരു സൈനിക വിമാനം ഗിഫ്റ്റായി നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. അന്ന് സൗദി അറേബ്യ $60,000 കോടി അമേരിക്കയിൽ നിക്ഷേപിക്കാമെന്ന് ട്രംപിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വാഗ്ദാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സൗദി രാജകുമാരൻ അമേരിക്കയിൽ എത്തിയിട്ടുള്ളത്. എന്നാൽ യുദ്ധോപകരണങ്ങൾ ഇറക്കുമതി ചെയ്യാനും അമേരിക്കയുടെ സൈനിക സഖ്യകക്ഷിയായി പരിഗണിക്കുകയും ചെയ്തതോടെ ഈ $60,000 കോടി എന്ന് ഉയർത്തി 1,00,000 കോടിയിലേക്കാണ് തുക മാറിയിട്ടുള്ളത്. ഇത് ട്രംപിനെ തന്നെ വല്ലാതെ ഞെട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ട്രംപിനെ എങ്ങനെയാണ് ഞെട്ടിക്കാതിരിക്കുന്നത്? അമേരിക്കൻ ചരിത്രത്തിൽ ഒരു പ്രസിഡന്റിനും കഴിയാത്ത വിദേശ നിക്ഷേപമാണ് ട്രംപ് അമേരിക്കയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് പുള്ളി ഇപ്പോൾ വലിയ അഭിമാനത്തിൽ തുള്ളിച്ചാടിയാണ് നടക്കുന്നത്. ഈ അറബ് രാജാക്കന്മാർ എന്ത് പറഞ്ഞാലും ട്രംപ് ചെയ്യുന്ന ഒരവസ്ഥയിലാണുള്ളത്. തന്നെയുമല്ല, ഇനി ഖത്തറിൻ്റെയും UAEയുടെയും ഒക്കെ നിക്ഷേപങ്ങൾ വരാനിരിക്കുകയാണ്. അതുകൊണ്ട് ട്രംപ് എന്ത് ചെയ്യണം എന്നറിയാൻ കഴിയാത്ത രീതിയിൽ ഭ്രാന്ത് പിടിച്ചോടി നടക്കുകയാണ്. അതുകൊണ്ടാണ് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ നെതന്യാഹുവിനെ ട്രംപ് നിർബന്ധിച്ചത്. അമേരിക്ക തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണല്ലോ ഇപ്പോൾ ഗസയിൽ യുദ്ധം അവസാനിപ്പിച്ചത്. തന്നെയുമല്ല, പലസ്തീന് സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന കാര്യത്തിൽ അമേരിക്കയും മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇനി നെതന്യാഹു മാത്രം സമ്മതിച്ചാൽ മതി, ഈ പലസ്തീന് സ്വാതന്ത്ര്യം കിട്ടുന്നതായിരിക്കും. ഇതെല്ലാം സംഭവിച്ചത് അറബികളുടെ പണം കണ്ട് ട്രംപിന്റെ കണ്ണ് മഞ്ഞളിച്ചതുകൊണ്ടാണ്. അങ്ങനെയുള്ളപ്പോൾ യുദ്ധം കൊണ്ട് പിച്ചെടുത്തിരിക്കുന്ന ഇസ്രായേലിന്റെ വാക്ക് കേട്ട് ഈ വമ്പൻ കച്ചവടത്തിൽ നിന്നും അമേരിക്ക മാറി നിൽക്കുന്നത് മണ്ടത്തരമാണെന്ന് ട്രംപിന് നന്നായിട്ട് അറിയാം.
അതുകൊണ്ടാണ് ഈ നെതന്യാഹുവിൻ്റെയും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയും ഒക്കെ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് സൗദി അറേബ്യയ്ക്ക് യുദ്ധവിമാനങ്ങൾ നൽകാനും ആയുധങ്ങൾ നൽകാനും ഒക്കെ തീരുമാനം ട്രംപ് എടുത്തിട്ടുള്ളത്. ഈ വിമാനങ്ങൾ സൗദി അറേബ്യയിലെത്താൻ 7 കൊല്ലമാണ് വേണ്ടത്. അതുവരെ മാത്രമേ ഇനി ഇസ്രായേലിന് മിഡിൽ ഈസ്റ്റിൽ വ്യോമ മേധാവിത്വം ഉണ്ടാവൂ എന്ന് ഉറപ്പായിരിക്കുന്നു. ഇനി ഒമാറുടെ പഴയ അടവൊന്നും നടക്കില്ല. ഒമാർക്ക് ഇനി എവിടെയെങ്കിലും ചെന്ന് യുദ്ധം ചെയ്തിട്ട് വിജയിച്ച് വരാനൊന്നും കഴിയില്ല. ഇനി ശരിക്കും തിരിച്ചടിക്കും. ഇപ്പം ഇറാൻ തന്നെ ഒരുപാട് യുദ്ധവിമാനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യയും ഖത്തറും UAEയും എല്ലാം യുദ്ധവിമാനം വാങ്ങുന്നതോടുകൂടി ആകാശ മേൽക്കൈമ അവർക്കും ഉണ്ടാകും. ഇപ്പം സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ ഇറാനിലോ അതല്ലെങ്കിൽ ഖത്തറിലോ കുവൈറ്റിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇസ്രായേൽ ബോംബിട്ട് കഴിഞ്ഞാൽ അതേപോലെ തിരിച്ച് ഇവിടുന്ന് വിമാനം അവിടേക്ക് കൊണ്ടും ആക്രമിക്കാൻ കഴിയും. ഗസ യുദ്ധം നമ്മൾ കരുതുന്ന പോലെ അത്ര നിസ്സാരമായ നഷ്ടമല്ല ഇസ്രായേലിന് വരുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാര്യം ഹമാസ് എന്ന സംഘടനയുമായിട്ടാണ് ഇസ്രായേൽ യുദ്ധം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ അവസരം മിഡിൽ ഈസ്റ്റിലെ ഇസ്രായേലിന്റെ ഭീകരതയെ ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കൊടുക്കാനും അതിലൂടെ മിഡിൽ ഈസ്റ്റിലെ മറ്റ് അറബ് രാജ്യങ്ങൾക്ക് അമേരിക്കയും യൂറോപ്പിനുമൊക്കെ കയ്യിലെടുക്കാനും തങ്ങളുടെ സഖ്യകക്ഷികളാക്കാനും സാധിച്ചു എന്നത് വലിയ നേട്ടം തന്നെയാണ്. ഹമാസ് ഇറാന്റെ നിർദ്ദേശപ്രകാരമാണ് ആദ്യം ഇസ്രായേലിനെ ആക്രമിച്ചതെങ്കിലും പിന്നീട് സൗദിയും ഖത്തറുമെല്ലാം യുദ്ധത്തിന്റെ സ്പോൺസർമാരായത് അവസരം തങ്ങൾക്ക് അനുകൂലമായി മാറുന്നത് കണ്ടപ്പോഴാണ്. ശരിക്കും നെതന്യാഹു എന്ന വിധി തങ്ങളുടെ ക്രൂരത ലോകത്തിന് മുന്നിൽ കാണിച്ച് ഭയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അത് ഇസ്രായേലിന് തന്നെയാണ് തിരിച്ചടി ആയിട്ടുള്ളത് എന്നറിയണം. യുദ്ധം ഇസ്രായേലിന്റെ സകല ദൗർബല്യവുമാണ് തുറന്നു കാട്ടിയത്. രാജ്യം ഇതുവരെ നേടിയ സകല പുരോഗതിയുമാണ് തകർന്ന് തരിപ്പണമായത്. സാമ്പത്തികമായി രാജ്യം മൊത്തത്തിൽ തന്നെ തകർന്നു. അതിലുപരി ഇറാന്റെ ശക്തിയെ ലോകത്തിന് ബോധ്യപ്പെടുത്താൻ ഇസ്രായേലിന് ഇരയാകേണ്ടി വന്നു എന്ന ദൗർഭാഗ്യകരമായ കാര്യമാണ്. അതിനൊപ്പം തന്നെ ഹമാസും ഹൂത്തികളും നിസ്സാരമായ വെറും സംഘടനകളല്ല, മറിച്ച് മികച്ച പോരാളികളും ആയുധ ശക്തിയുമാണെന്ന് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധത്തിൽ സഹായിക്കുന്നതിനുള്ള വലിയ സൈനിക കരാറുകളിൽ ഏർപ്പെടാനുള്ള സാധ്യതയാണ് ഈ സംഘടനകൾക്ക് തുറന്നു കൊടുത്തത് എന്നോർക്കണം. ഇപ്പോൾ ഈ റഷ്യയിലുള്ള വാഗ്നർ ഗ്രൂപ്പൊക്കെ പോലെ അതല്ലെങ്കിൽ അസർബൈജാനിലുള്ള ചില യുദ്ധ ഗ്രൂപ്പുകളെയൊക്കെ പോലെ ഇനി ഈ ഹമാസിനും ഹൂത്തികൾക്കുമൊക്കെ മറ്റു രാജ്യങ്ങളിൽ അവരെ യുദ്ധത്തിന് സഹായിച്ചുകൊണ്ട് വലിയ തുകകൾ ഈടാക്കാൻ കഴിയും. അതവർക്ക് ഒരു ബിസിനസ്സാക്കി മാറ്റാൻ കഴിയും. അതിനുള്ള ഇമേജ് ആണ് ഇപ്പോൾ ഈ യുദ്ധത്തിലൂടെ ഈ സംഘടനകൾക്ക് കിട്ടിയിട്ടുള്ളത്. അതൊക്കെ ഇസ്രായേലിന് കൊടുത്തതാണ് എന്ന് വേണം പറയാൻ. ഇതിനേക്കാളൊക്കെ ഇസ്രായേലിന് ഏറ്റവും വലിയ നഷ്ടം വരുത്തുന്നത് പലസ്തീൻ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് ഇനി അധിക ദൂരമില്ല എന്നുള്ള കാര്യമാണ്. അതിനുള്ള ചർച്ചകൾ ഇപ്പോൾ UN ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി പലസ്തീൻ വിട്ടുകൊടുക്കാതിരിക്കാൻ നെതന്യാഹുവിന് ഒരിക്കലും കഴിയില്ല. ഇനി അഥവാ ഇതിനെ ഇയാൾ എതിർക്കുകയാണ് എന്നുണ്ടെങ്കിൽ നെതന്യാഹു കൊല്ലപ്പെടും എന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. ശരിക്കും ഇതെല്ലാം നെതന്യാഹുവിന് പറ്റിയ വലിയ വലിയ മണ്ടത്തരങ്ങളാണ്. യുദ്ധം തുടങ്ങി ആദ്യത്തെ കുറേ ആക്രമണങ്ങൾക്ക് ശേഷം അത് അയാൾ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഇസ്രായേലിന് ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഇപ്പോൾ കാര്യങ്ങളാകെ പിടിവിട്ട് പോയിരിക്കുകയാണ്. പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി 90% രാജ്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ഇസ്രായേൽ വിചാരിച്ചാൽ അതിനെ തടയാൻ കഴിയില്ല. പലസ്തീൻ സ്വതന്ത്രമാവുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ ഈ കഥയിൽ മറ്റൊരു വഴിത്തിരിവ് കൂടിയുണ്ട്. സൗദിക്ക് ട്രംപ് ഏറ്റവും അത്യന്താധുനിക പോർവിമാനങ്ങൾ വിൽക്കുമ്പോൾ ഇസ്രായേൽ മാത്രമല്ല US ഇന്റലിജൻസും അതുപോലെ അവരുടെ പ്രതിരോധ വകുപ്പും എല്ലാം വല്ലാത്ത ആശങ്കയിലാണ്. ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂയോർക്ക് ടൈംസ് ആണ്. F-35 പോർവിമാനത്തിന്റെ വളരെ സെൻസിറ്റീവായ സാങ്കേതിക വിദ്യ ചോർന്ന് അത് ചൈനയുടെ കൈകളിൽ എത്തുമോ എന്നൊരു വലിയ ഭയം അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിനുണ്ട്. ഇത് അമേരിക്കയുടെ ഏറ്റവും അത്യന്താധുനിക ടെക്നോളജികൾ ചൈനയുടെയും കൊറിയയുടെയും ഒക്കെ കൈകളിൽ എത്താനുള്ള സാധ്യതയായിട്ടാണ് അവർ വിലയിരുത്തുന്നത്. സൗദിയെ സംബന്ധിച്ച് ഈ സാങ്കേതിക വിദ്യ രഹസ്യമായി മറച്ചു വിറ്റാൽ അവർ ഇപ്പോൾ മുടക്കിയിട്ടുള്ള മുടക്ക് മുതൽ തിരിച്ചു പിടിക്കാൻ കഴിയും. 2018 സൗദി ഭരണകൂടത്തിന്റെ കടുത്ത വിമർശകനും വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ലേഖകനുമായിരുന്ന ജമാൽ ഖഷോഗിയെ സൗദി രഹസ്യാന്വേഷണ ഏജന്റുകൾ തുർക്കിയിലെ ഈസ്താംബുളിൽ വെച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം സൗദിയുമായിട്ടുള്ള എല്ലാ ആയുധ ഇടപാടുകളെയും US കോൺഗ്രസ് ഇതിനു മുൻപ് ചോദ്യം ചെയ്യുകയും സൗദിയുമായിട്ടുള്ള അമേരിക്കൻ ഭരണകൂടം ഈ ഇടപാടുകളെ മരയിപ്പിച്ചിരിക്കുകയുമായിരുന്നു. അതാണിപ്പോൾ സൗദിക്ക് ട്രംപ് തുറന്നു കൊടുത്തിട്ടുള്ളത്. ഇത് സൗദിയെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ് സമ്മാനിച്ചിട്ടുള്ളത്. കുറച്ച് പണം മുടക്കിയാലും അവരുടെ കാര്യങ്ങളിപ്പോൾ വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ട്രംപിനെ ശരിക്കും അറബികൾ പർച്ചേസ് ചെയ്തു എന്ന് പറയുന്നതാണ് ശരി. ബില്യൺ കണക്കിന് ഡോളർ അമേരിക്കയിലേക്ക് നിക്ഷേപിച്ച് അമേരിക്കയെ മൊത്തം വിലയ്ക്ക് വാങ്ങിയിട്ടുള്ള അറബികൾ ഇസ്രയേൽ എന്ന ഭീകര രാഷ്ട്രത്തിന്റെ ശവപ്പെട്ടിയിലേക്ക് ആണികൾ അടിച്ച് കടലിൽ തള്ളാൻ ഇനി അധിക കാലമില്ല എന്നുള്ളതാണ് പര്യവസാനം. മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.